Hello. Welcome to Market Discussion of the Day. Today, November 4th, 2024, Wednesday ആണ്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം നമുക്ക് കുറേ ഫണ്ടമെൻ്റൽസ് ഉണ്ട്, കുറേ ന്യൂസുകളുണ്ട്. പക്ഷെ നമുക്ക് ഇന്നൊരു ടെക്നിക്കൽ കൺസിഡർ ചെയ്ത് പോവാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഇന്ന് നമുക്ക് UK ടൈമിംഗ് 9 മണിക്ക്, അതായത് ഇനി ഏകദേശം ഒരു 45 മിനിറ്റ് കൂടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. അത് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ആ ഒരു സമയത്തിന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഓൾറെഡി പ്രോഫിറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് എടുത്ത് മാറുക. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.200 2500 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ബൈ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് പാർഷ്യൽ പ്രോഫിറ്റ് എങ്കിലും എടുത്തിട്ട് മാറുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താണ് ഗവർണർ പറയുന്നത് നമുക്കറിയില്ല. ഓക്കെ, സോ രണ്ടാമത് നമുക്ക് ഉച്ചയ്ക്ക് 1:15 ഓക്കെ ADP നോൺ ഫാം പേറോൾ നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. അതിനുശേഷം ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. ഓക്കെ, അതിനുശേഷം ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവലിൻ്റെ സ്പീച്ചാണ്. രാത്രി 6:40 UK ടൈമിങ് 6:40 ഈ പവലിൻ്റെ സ്പീച്ച് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ ടൈം വരികയാണെങ്കിൽ അത് നൈറ്റ് ആവും, 11 മണിക്ക് ശേഷമായിരിക്കും ഈ ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് മാത്രമാണ് നമുക്കൊരു ഡയറക്ഷൻ. ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്, 2630 to 2645 ചെറിയൊരു റേഞ്ചിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു റേഞ്ചൊക്കെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു ന്യൂസ് വരണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതേപോലെ നമുക്കൊരു റേഞ്ചിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വെള്ളിയാഴ്ച നമുക്ക് നോൺ ഫാം പേറോൾ എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് സത്യം പറഞ്ഞാൽ 1:30 മണിക്ക് UK ടൈമിംഗ്, 1:30 മണിക്ക് നോൺ ഫാം പേറോൾ വരുന്നുണ്ട് UK ടൈമിംഗ്. അതിന് ആ ഒരു ന്യൂസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നതിൻ്റെ പേരിലാണ് സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ചെറിയ റേഞ്ചിൽ നിൽക്കുന്നത്. നോർമലി ഈ നോൺ ഫാം പേറോളിൻ്റെ തലേന്നത്തെ ദിവസമായിരിക്കും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് ഈ ആഴ്ച മൊത്തം നമുക്കൊരു ചെറിയ റേഞ്ചിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് നോക്കുകയാണെങ്കിൽ JPY നമുക്ക് എന്താ പറയുക, ഇന്നലെ 150 താഴെയായിട്ടായിരുന്നു ഫുള്ള് ഉണ്ടായിട്ടുള്ളത്, മാർക്കറ്റെല്ലാം ഉണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് ഓൾമോസ്റ്റ് 150 മുകളിലായിട്ടാണ് യൂറോപ്പ് ഓപ്പൺ ആയതല്ല. ഇന്ത്യൻ ടൈം 11:30 മണി, ഇവിടെ UK ടൈം 6 മണിക്ക് ഓൾമോസ്റ്റ് 150 മുകളിലായിട്ടാണ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു 150 താഴെയായിട്ട് ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് സെല്ല് എടുക്കാമെന്ന്. പക്ഷേ ഈ ഒരു മാർക്കറ്റ് ടൈമിൽ 150 താഴെ 150 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊരു ബൈ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും 2 മാർക്കറ്റ് ടൈമിങ്ങിൽ 152 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 2 മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഒരു എന്താ പറയുക, US ഓപ്പൺ ആവുന്ന സമയത്തും യൂറോപ്പ് ക്ലോസ് ആവുന്ന സമയത്തും 152 അടുത്തൊക്കെയാണ്. പക്ഷേ അതിൻ്റെ താഴെയായിട്ടാണ് ക്യാൻഡിൽ ഫോർമേഷൻ എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് US ഓപ്പണിങ്ങിനും യൂറോപ്പ് ക്ലോസിങ്ങിനും 150 താഴെയായിട്ടാണ് മാർക്കറ്റെങ്കിൽ അവിടുന്ന് നമുക്ക് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ ഒരു ബൈ സൈഡിലോട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറയാനുള്ളത്. ബൈ സൈഡിലോട്ട് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ 152 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു ബൈ സൈഡിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉള്ളൂ. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USDയിലോട്ട് വരികയാണെങ്കിൽ യൂറോ USD നമുക്ക് ബൈ സൈഡാണ്, താൽക്കാലികമായിട്ടെങ്കിലും ബൈ സൈഡാണ്. ഒരിക്കലും ഒരു ലോങ്ങർ ടൈമിൽ ബൈ സൈഡിലോട്ട് നിൽക്കണമെന്ന് പറയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് യൂറോപ്പ് ഓപ്പണായ സമയത്ത് നമുക്ക് 1.5100 മുകളിലായിരുന്നു. അതിന് മുന്നേ ഒരു മാർക്കറ്റ് ടൈമിൽ നമുക്ക് 1.0500 മുകളിൽ കിട്ടി എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ നമുക്കിനി ഏഷ്യ ക്ലോസിങ്, അതായത് 1 മണിക്കൂറുടെ UK ടൈമിംഗ് രാവിലെ 9 മണിക്ക്
ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കും 1.0500 മുകളിലായിട്ടാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് താൽക്കാലികമായിട്ടൊരു ബൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞ വട്ടം ഏറ്റവും ലോവസ്റ്റ് പോയ പോയിന്റിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും തെറ്റില്ലാത്ത കാര്യമാണ്. ടൈറ്റ് ആകും, പക്ഷേ ഒരു സേഫർ സൈഡിൽ സ്റ്റോപ്പ് ലോസ് ഇടണമെന്നുണ്ടെങ്കിൽ 1.0460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോ USDയിൽ പറയാനുള്ളത്. യൂറോയിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. കാരണം അടുത്ത 2:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കും UK ടൈമിംഗ് 9 മണിക്കും 1.0500 മുകളിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് ഒരു ചെറിയ രീതിയിൽ, അതായത് ഒരു 40 to 60 പിപ്സ് മാത്രമായിരിക്കണം നമ്മൾ ടേക്ക് പ്രോഫിറ്റ് നമ്മൾ നേടേണ്ടത്. കാരണം മാർക്കറ്റ് അൺസ്റ്റേബിൾ ആണ് യൂറോ. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ECB പ്രസിഡന്റ് സ്പീച്ചുണ്ട്, വൈകുന്നേരം എന്താ പറയുക ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് തന്നെ അൺസ്റ്റേബിൾ ആണ് മാർക്കറ്റ്. അതുകൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. എല്ലാം നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. സപ്പോസ് ഒരു ലോങ് ടേമിൽ 1.0700 ഒക്കെ ക്രോസ് ചെയ്താൽ നമുക്ക് നല്ലൊരു ബൈ അവിടുന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നേരെ GBP USDയിലോട്ട് വരുമ്പം GBPയും ഉറപ്പായിട്ടും നമുക്ക് ഒരു ബൈ സൈഡിൽ നിൽക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഓക്കെ, 1.2800 മുകളിലാണ് ഒരു ബെറ്റർ ബൈ ഉള്ളത്. ഇനി നമുക്കൊരു 1.2600 അടുത്ത് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതേവരെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് 1.26908 ഓക്കെ, ഏഷ്യ ഓപ്പൺ ആയ സമയത്ത് നമുക്ക് 1.26632 അടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ബൈയിങ് പോയിന്റ് നമുക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ 1.2690 അവിടെ സെല്ലെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സെല്ലെടുക്കാനായിട്ട് ഒരിക്കലും GBPയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് 1.2600 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ഒരു ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡും നമുക്ക് ആ ചെറിയൊരു റേഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു റേഞ്ച് 2630 to 2655 ആ ലെവലിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെയിൻലി ഞാൻ പറഞ്ഞല്ലോ, നോൺ ഫാം പേറോൾ എന്ന് പറയുന്നൊരു വലിയൊരു ന്യൂസ് വെള്ളിയാഴ്ച വരുന്നത് കൊണ്ടിട്ടാണ് ഈ റേഞ്ചിൽ കിടന്ന് കളിക്കുന്നത്. അപ്പം ഒരു റേഞ്ച് മാറണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫണ്ടമെൻ്റൽസ് ഉണ്ടാവണം. ആ ഫണ്ടമെൻ്റൽസ് ഇന്നത്തെ ദിവസം വൈകുന്നേരം UK ടൈമിംഗ് 6:40 ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചുണ്ട്. ആ ഒരു സ്പീച്ച് മാത്രമാണ് ഞാൻ ആ ഒരു റേഞ്ച് വിട്ടു പോകാൻ ചെറുതായിട്ടെങ്കിലും ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പറയാനായിട്ട്. ഓക്കെ, ഇനിയും നമുക്ക് ഇപ്പം ഏഷ്യ ഓപ്പണിംഗ് സമയത്ത്, ഏഷ്യ ക്ലോസിംഗ് സമയത്ത് 2630 അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 2622 താഴെയായിട്ട് ഒരു $3-4 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തിനകത്ത്? ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഓക്കെ, സോ എന്താ പറയുക, നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് സെല്ലിലോട്ട് നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം ബെയ്ലിയുടെ സ്പീച്ചുണ്ട്. ബെയ്ലിയുടെ സ്പീച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെയ്ലിയും ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, ബെയ്ലിയും ഡൊണാൾഡ് ട്രംപും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഒരു പുള്ളി എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ അതൊരു അൺസർട്ടനിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ലെബണനും ഇസ്രയേലും തമ്മിലുള്ള സീസ്ഫയർ കഴിഞ്ഞ ആഴ്ച നടപ്പിലാക്കിയതിന് ശേഷം ആ സീസ്ഫയർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫർദർ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും പീസ് ടോക്കോ അല്ലെങ്കിൽ ഒരു സീസ്ഫയർ വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനത്തുള്ള കുറേ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് അൺസർട്ടൻ ആണ്. അതുകൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബൈ ചെയ്ത് ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. ഇന്നത്തെ ദിവസം തൽക്കാലം 2630 ബൈ കിട്ടിയാൽ മാത്രം ബൈ എടുക്കുക. 2660 മുകളിലായിട്ട് പോകാൻ നേരത്ത് താൽക്കാലികമായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ 7:30 മണിക്കും യൂറോപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ ഉറപ്പായിട്ട് 2630 കിട്ടിക്കഴിഞ്ഞാൽ 22 താഴെയായിട്ട് $3-4 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്.
ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള മാർക്കറ്റ് ഡിസ്കഷനിൽ. ഓക്കെ, ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണാം. എന്ത് ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ട്രേഡ് എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.